ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹമായ നല്ല സമയത്തിനായി കർത്താവിനൊരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധി നമുക്ക് പാടി ആരാധിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ദൈവം തരുന്ന ആരോഗ്യത്തിനും ബലത്തിനും സൗഖ്യത്തിനുമായിട്ട് കർത്താവിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം. Let us thank and praise God for all the health and all the blessings that God is giving us. ഹല്ലേലൂയ. വിശേഷാൽ ഇന്ന് പകൽ ഹല്ലേലൂയ ഈ ആലയത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. May God immensely strengthen and bless each and every one of you who have come here. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ആമേൻ സൂമിലൂടെ ദൈവത്തിൻ്റെ വചനം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. And may God continue to bless and strengthen each and every one of us, especially the ones who have joined us via Zoom. മനോഹരമായ ആമേൻ സ്തോത്രം ഗാനങ്ങളെ ശ്രവിപ്പാനിടയായി നല്ല സാക്ഷ്യങ്ങളെ ദൈവം നമുക്ക് തന്നു. ഇതെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. Let us lift our hands and praise God for that God enabled us to sing beautiful songs and to listen to beautiful testimonies. അല്പസമയ ദൈവവചന ധ്യാനത്തിനായിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ ആമേൻ സ്തോത്രം. ദാനിയേൽ, ദ ബുക്ക് ഓഫ് Daniel chapter 6 verse 23, 6-23 വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 23 വാക്യമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് We read from the book of Daniel chapter 6 verse 26. അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു എന്നാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. Verse 23, there we read that the king was overjoyed. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ദൈവികമായ ഒരു വിടുതൽ വരുമ്പോഴാണ് സന്തോഷം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. And when God gives us that a desired deliverance, that is when we find our joy. ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. And we can easily praise and be overjoyed in God's presence. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, യാഗിലെ സന്തോഷം നമ്മുടെ ബലമാണെന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. And we read in the word of God that the joy of the Lord is our strength. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. യാഗിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ യാഹ് പഴയ നിയമത്തിൽ യഹോവയ്ക്ക് പറയുന്ന പേരാണ്. യാഗിലെ സന്തോഷം, യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. And the joy of our Lord or the joy in Jehovah is our strength. ആമേൻ. അപ്പോൾ ദൈവത്തിലെ യഹോവയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. So we can pray, we can be joyful in our Lord. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിലും വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് ഓർക്കണം, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിൽ യഹോവയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. So we need to understand that whatever be the circumstance, under any circumstance we can be joyful in God's presence. യഹോവയിലെ സന്തോഷം അനുഭവിച്ച ദൈവമക്കൾ, ഹല്ലേലൂയ, അതൊരു ഭയങ്കര അത്ഭുതമാണ്, ഒരു സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. And those people who have indeed enjoyed that joy in their Lord is that they cannot express that joy. ഈ യഹോവയിൽ സന്തോഷിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? ബലം ലഭിക്കുമെന്നാണ് പറയുന്നത്. And what does the word of God teach us? That when we experience that joy in the Lord, that gives us strength. ഇന്ന് പകൽ ദൂരെ ഇവിടെയെല്ലാം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ ആലയത്തിലും വിവിധ ഇടങ്ങളിൽ ഇരുന്ന കർത്താവിൽ എനിക്കൊന്ന് സന്തോഷിക്കണം. And we who have come here, we who have joined via Zoom, we need to find that joy in the Lord. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ബലം ലഭിക്കും. ബലം. And if you pray so, then you shall receive strength from the Lord. അത് ദൈവം തരുന്ന ഒരു ബലമാണ്. And that strength is given by the Lord. Praise the Lord. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ സന്തോഷിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നമുക്കൊരു ബലമാണ്. And that is why we sing and we pray, so that when we find joy in the Lord, that gives us strength. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് 4-ാം അധ്യായം
ഫിലിപ്പിയൻ 4:4 നിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്നാണ്. And that is why we read in the word of God, the book of Philippians chapter 4 verse 4, always be full of joy in the Lord. ഇവിടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവിൽ സന്തോഷിക്കാൻ പറയുകയാണ്. And here he reminds us to be joyful in the Lord. അപ്പോൾ യഹോവയാം യാഹിൽ നമുക്ക് സന്തോഷമുണ്ട്. So we have that joy, we find that joy in the Lord. പിന്നീട് അവൻ്റെ പുത്രനായ കർത്താവിൽ നമുക്ക് സന്തോഷമുണ്ട്. And then we do have joy in his son Lord Jesus Christ. എത്രപേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി I mean, I ലോർഡ്. feel happy for that. നിങ്ങൾ ഓർക്കണം, ദൈവവചനം ഗ്രഹിക്കുകയും കൂടെ ചെയ്യണം. യാഗിൽ നമുക്ക് സന്തോഷമുണ്ട്. We have joy in our God the Father Jehovah. ദൈവത്തിൽ സന്തോഷിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ബലം നമുക്ക് ലഭിക്കും, ബലം. And when we find that joy in our Lord, we would receive strength from him. കർത്താവിൽ എപ്പോഴും ആൾവേസ് സന്തോഷിപ്പീൻ എന്നാണ് പറയുന്നത്. ദൈവത്തിന് And സ്തോത്രം. that is why the word of God teaches us to be joyful or to rejoice in the Lord always. അപ്പോൾ കർത്താവിൽ ആശ്രയിച്ചാൽ കർത്താവിലും എന്ത് കിട്ടും? സന്തോഷം കിട്ടും. So that means when we trust in our Lord, we will receive the joy from him. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കുക എന്നാണ് പറയുന്നത്. And we know that we read in the word of God, it says that this is the day that the Lord has made. We will rejoice and be glad in it. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലയത്തിൽ വരുന്നവരെ ദൈവത്തിന്റെ നാമത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അവർക്കൊരു ദൈവ കൃപ അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നു. And those who come into God's presence, they experience God's joy and they receive blessing from him. അപ്പോൾ പിതാവിൽ സന്തോഷമുണ്ട്, പുത്രനിൽ സന്തോഷമുണ്ട്. So we need to find joy in God the Father. We need to find joy in his son Lord Jesus Christ. റോമാലേഖനം 14 റോമൻ ചാപ്റ്റർ 40 ആണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാകുന്നു. ദൈവത്തിന് ഇഷ്ടം. And in the book of Romans chapter 14 verse 17 we read, it says that for the kingdom of God is not about eating and drinking, but it is about righteousness, peace and joy in the Holy Ghost. 17 വാക്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവരാജ്യം പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. And it means the kingdom of God is actually to find that joy in the Holy Spirit. ഇവിടെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. And when we come here, we are worshiping that God the Father, Son, Lord Jesus Christ. ഈ മൂന്ന് പേരുടെ പക്കലും സന്തോഷമുണ്ട്. And then when we find joy in this Trinity God, we ഇന്ന് find that പകൽക്കാലം ഈ grace. മൂന്ന് പേര് സന്തോഷം നൽകുന്നതാണ്. And all three, the Trinity God gives us joy. ചില പേർക്ക് ദൈവത്തിന്റെ വചനം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. And I'm able to grasp the meaning of what is being said. യഹോവയാം ദൈവത്തിൽ സന്തോഷമുണ്ട്. So we find joy in God the Father. അത് യാഗിലെ സന്തോഷം, അത് നമുക്ക് ബലം കിട്ടും. And when we find joy in him, we find strength from him. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങളെല്ലാം ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട്. And when we rejoice in our Lord and Lord Jesus Christ constantly, we can focus our thoughts on him. ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. And here we read that the joy in the Holy Spirit. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിലെ സന്തോഷം വന്നപ്പോഴാണ് നമ്മൾ നിറഞ്ഞു കവിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. And when we receive that joy in the Holy Spirit, that is when we praise and worship God limitlessly. ഇന്ന് പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചാൽ ഹല്ലേലൂയ നിറയുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. And if we find that joy in the Holy Spirit, we shall be filled as well. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നു, ഹല്ലേലൂയ, പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വചനം കണ്ടെത്തി. ഇരമ്യാ പ്രവചനം 15:16 വാക്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ജെറമ്യ 15:16, ഞാൻ അവൻ്റെ വചനം കണ്ടെത്തി അതെൻ്റെ ഹൃദയത്തിന് ആനന്ദമുളവാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. And in the book of Jeremiah chapter 15 verse 16, it says, when I discovered your words, they are my joy and my heart's delight. അപ്പോൾ ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ട്? So what all other things that God has given us for us to find joy? എത്ര പേർക്ക് ഇന്ന് പകൽ ദൈവം സന്തോഷിക്കാൻ തന്ന അനുഭവങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? How many people can thank God for all the good things that God has prepared for us to be joyful in? ഹല്ലേലൂയ. യാഗിൽ സന്തോഷിച്ചാൽ ശരീരത്തിനും മനസ്സിനും എല്ലാം ബലം കിട്ടിക്കൊണ്ടിരിക്കും. And when we find our joy in the Lord, we shall receive strength in our bodies. കർത്താവിൽ സന്തോഷിച്ചാൽ ഏകാഗ്രത കിട്ടും. ദൈവത്തിൽ ഏകാഗ്രത കിട്ടിയാൽ ദൈവത്തിന്റെ കൃപ ലഭിക്കാൻ ഇടയായിത്തീരും. And when we find joy in his son Lord Jesus Christ, we shall be able to focus our thoughts on him. പിന്നെ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിലെ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, അത് നീതിയാണ്,
അത് സമാധാനമാണ്, പരിശുദ്ധാത്മാവിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത സന്തോഷമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. And then we read that in the kingdom of God, it is not eating and drinking, but it is to find righteousness, peace, and to experience that joy, that fullness of joy in Holy Spirit. അതുപോലെ എനിക്ക് ദൈവരാജ്യത്തിന്റെ ആ സന്തോഷം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിക്കാം. And you who desire to experience that joy, let's praise ഒന്ന് God. വിട്ടുകൊടുത്തുകൊണ്ട് എനിക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എനിക്ക് വേണം. ദൈവത്തിന്റെ And let സ്തോത്രം. us submit completely, surrender completely unto Him, and say to Lord that, Lord, I need that joy in Holy Spirit. നമ്മുടെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ആത്മാവിന്റെ സന്തോഷം വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മാറുന്ന ദൈവത്തെ സ്തുതിക്കാനിടയാകും. And whatever be a circumstance, when we receive that joy in the Holy Spirit, we shall forget everything and praise Him. പിന്നീട് നമ്മൾ വായിച്ചു ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വചനം കണ്ടെത്തി. യിരെമ്യാ പറയാണ്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി. യിരെമ്യാ പ്രവചനം 15:16 വായിച്ചത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി അത് ഭക്ഷിച്ചു. യിരെമ്യാ 15:16 അല്ലേ? നിന്റെ വചനങ്ങൾ എനിക്ക് എന്തോ തന്നു? സന്തോഷവും, പിന്നെ എൻ്റെ ഹൃദയത്തിന് എന്തോ തന്നു? ആനന്ദവും തന്നു. ദൈവത്തിന് സ്തോത്രം. And in the book of Jeremiah chapter 15 verse 16 we read that when I discovered your words, I devoured them. They are my joy and my heart's delight. അപ്പോൾ വചനത്തിലും എന്തോ ലഭിക്കും, നമുക്ക് സന്തോഷം കിട്ടും. പ്രൈസ് ദി ലോർഡ്. So when we read the word of God, we shall കർത്താവിനോട് ഇന്ന് receive പകൽ joy. വചനം ഇടപെടുമ്പോൾ അത് സന്തോഷമായിട്ട് മാറും. And this is what the Lord says, that if you have the word with you, you will എനിക്ക് find the ഒറ്റ joy. വചനത്തിന്റെ ദൂത് മതി എൻ്റെ പ്രശ്നത്തെ അതിജീവിക്കാൻ. ഒരു ഒറ്റ വചനത്തിന്റെ ദൂത് മതി എൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ. And we just need to receive a counsel of God from the word of God. We will find solution to our problems. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. So this word of God, it is firm, it stands forever. വചനം അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. And this word of God travels briskly. ഇന്ന് പകൽ വചനത്തിൽ നമുക്കൊരു സന്തോഷമുണ്ട്. And we will find that joy in the word. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ആ രക്ഷയുടെ സന്തോഷം നീ എനിക്ക് തന്നല്ലോ എന്ന് വായിക്കുന്നു. And in the book of Psalms we read that you have given me that joy of salvation. 51 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്നെന്നാ പറയുന്നത്. And in Psalms we read that you have given me back my joy of salvation. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി So ലോർഡ്. those who have been saved in the Lord, they have that joy of salvation. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. And let's lift your hands and praise God for the joy of salvation that we experience. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് രക്ഷിക്കപ്പെട്ടതിൽ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഇന്ന് പ്രസന്നം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. By looking at your expression, it doesn't feel that you truly experience that joy of salvation. ഹലോ, എനിക്കിങ്ങനെയെല്ലാം ഒന്ന് ഭവിച്ചല്ലോ, രക്ഷിക്കപ്പെട്ടല്ലോ എന്നുള്ളതാണോ? അല്ല, ദൈവം തന്ന രക്ഷയുടെ സന്തോഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let's lift our hands and praise God for that great joy of salvation that God has given us. ഇത് ദൂതന്മാർക്ക് കിട്ടിയിട്ടില്ല, നമുക്കാ തന്നിരിക്കുന്നത്. And God has not given it to angels, but He has given it to us. ദൂതന്മാരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റൂ. ആ രക്ഷയുടെ സന്തോഷം ദൈവം അവർക്ക് കൊടുത്തിട്ടില്ല. And God would only give commands to the angels, and they follow His commands, but God has not given them the joy of this salvation. ദൂരെ സൂമിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം ഒരു സന്തോഷം ദൈവം തന്നിരിക്കുകയാണ്. And you all are listening to us via Zoom. We experience that joy of salvation. രക്ഷ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്. അത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കൂട്ടമായിട്ടുള്ളതല്ല, വ്യക്തിപരമായി കിട്ടുന്നതാണ് രക്ഷ. And we know that this experience of salvation is personal and it is not a group activity. നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടത് കൂട്ടമായിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തിപരമായിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. Have you all received the salvation as a group activity, or did you experience it personally? കൂട്ടമായിട്ട് രക്ഷിക്കപ്പെട്ട ആരും ഇല്ലെന്നാണ് ഞാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നത്. And I believe that there's nobody here who has received this salvation as a part of a group activity. ഞാനൊരു ചെറിയ ബാലകനായി ഫെയ്ത്തോമിൽ എൻ്റെ മദറിൻ്റെ കൂടെ പോകുന്ന കാലത്ത്, And pastor says that when he was young during his childhood, he used to visit Faith Home along with his mother. പാസ്റ്റർ അവരെ രക്ഷിക്കപ്പെടാനുള്ള ഒരു കൈവക്കാൻ പറയുമ്പോൾ ഞങ്ങളെല്ലാം പിള്ളേർ സെറ്റ് മുമ്പിൽ ഒറ്റ കൈ അങ്ങ് പോകും. And when pastor used to make that altar call and say that who all wants to receive that salvation, just lift your hands. Pastor says that all the young kids used to lift their hands. പക്ഷെ എന്താന്ന് ഞങ്ങൾക്ക് രക്ഷ അറിയത്തില്ല. But those kids would never understand the true meaning of salvation. അടുത്ത ആഴ്ചയും പാസ്റ്റർ വരും രക്ഷിക്കപ്പെടാനുള്ള ഒരു കൈവക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൈ വെക്കും. And next Sunday again the pastor would give an altar call and call out for those people who want to receive salvation. Again these kids would raise their hands. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ പിള്ളേർ സെറ്റെല്ലാം കൂടി കൈ വെക്കിയത് ഇന്ന് ഞാൻ ഓർത്ത മണ്ടത്തരം ഓർക്കാറുണ്ട്. The pastor says that even today he remembers that how ignorantly he used to lift hands every time pastor used to give an altar call. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ രക്ഷിക്കപ്പെടാനുള്ളവരെല്ലാം കൈവക്കാൻ പറയുമ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷമാണ്. ആദ്യം അല്ല ഫസ്റ്റ് അടിക്കുന്ന ആരാ, ഞങ്ങൾ ഒരുമിച്ച് പോകും. Pastor says that when the main pastor used to give that altar call, all
all the kids, especially the ones who are sitting in the front, they would raise their hands. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പിന്നീട് വാസ്തവമായിട്ട് രക്ഷ എന്താണെന്ന് മനസ്സിലായി. However, later on, God explained, God made us understand what truly the salvation is. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ നമ്മുടെ ഹല്ലേലൂയ നാട്ടിലെ പറമ്പിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. And many years back, a pastor says that there was a meeting that was conducted in a place. കപ്പയെല്ലാം പറിച്ച് ചേനയെല്ലാം പറിച്ച് കൃഷിയെല്ലാം മാറ്റിക്കഴിഞ്ഞ് ഇങ്ങനെ പറമ്പെല്ലാം വൃത്തിയാക്കി പറമ്പിൽ ഇങ്ങനെ പന്തലിട്ട് യോഗം നടക്കുകയാണ്. ദൈവത്തിന് And they had cleared all their fields, all the vegetables and whatever they had grown there, and they had prepared the land for the meeting. അപ്പോൾ അവിടെ ഈ സ്കൂളിലെ ബെഞ്ച് പോലെ ബെഞ്ച് കൊണ്ടിട്ടിട്ടുണ്ട്. ബെഞ്ചിലൊക്കെ 4-5 പേര് ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. And they had kept benches there, and 4 and 5 people used to sit together on a bench. ഇങ്ങനെ പരമ്പൊക്കെ മുറ്റത്ത് ഇട്ട് ഇങ്ങനെ പിന്നെ ട്യൂബ് ലൈറ്റ് ഒക്കെ ഘടിപ്പിച്ച് രാത്രി യോഗങ്ങൾ നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. And pastor says that he still remembers those days of those ancient days when such meetings used to be conducted, especially during the evening time when there was no light. They used to put tube lights and get the meetings conducted. അന്ന് ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞു രക്ഷിക്കപ്പെടാനുള്ളവരെല്ലാം കൈവക്കാൻ പറഞ്ഞു. And during that time a pastor gave the altar call and asked that if whoever wants to receive salvation, just lift your hands. ഒരു ബെഞ്ചിൽ ഇരുന്ന അറ്റത്തിരുന്ന ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ഈ ബെഞ്ചിലുള്ള ഞങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. And then one person sitting on that bench, one of those persons who was sitting on that bench, he lifted his hands and said that everybody sitting on this bench has been saved. പാസ്റ്റർ പറഞ്ഞു അങ്ങനെയല്ല, ഓരോരുത്തരും എഴുന്നേറ്റ് പറയണം രക്ഷ വ്യക്തിപരമാണ്, അതുകൊണ്ട് യേശുവിനെ രക്ഷിതമായി സ്വീകരിക്കുന്നു ഓരോരുത്തരും എഴുന്നേറ്റ് പറയണമെന്ന് പറയുവാനിടയായി തീർന്നു. However, pastor said that pastor explained to them that salvation is personal, and that is why each one of you need to stand up and confess it with your mouth. നമുക്ക് കാലാകാലങ്ങളായി ദൈവം തന്ന രക്ഷയുടെ സന്തോഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. I praise God that he has given us that joy of salvation from time to time. ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിന് സ്തോത്രം, രാജാവ് അത്യന്തം സന്തോഷിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. And here we read that the king was joyful. അവിടെ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. And there he commanded Daniel to come out of the den. ഈ ദാനിയേൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വളരെ ടീനേജറായി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചരിത്രത്തിൽ 17ാമത്തെ വയസ്സിലാണ് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നത്. And historians say that it is during this when he was 17 years old, when Daniel was 17 years old, he was taken into exile in Babylon. നമ്മുടെ കയ്യിൽ ഇന്നുള്ളതുപോലുള്ള ബൈബിളോ ചുരുളുകളോ ഇന്നുള്ളതുപോലുള്ള ആധുനിക സജ്ജീകരണങ്ങളോ ഇന്ന് നമുക്ക് ധാരാളം ബൈബിളുകളുണ്ട്, ഇതൊന്നും അന്നില്ല. And nowadays we have a lot of Bibles and a lot of literature to read about, but during those days they did not have Bible or any of those things to read. ഇന്ന് ഹല്ലേലൂയ പലതരത്തിലുള്ള ബൈബിൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. However, today we have different versions of Bible. എന്നാൽ അന്ന് ഈ ബൈബിളുകളൊന്നുമില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാമൊഴിയായിട്ട് വരമൊഴിയായിട്ട് ആമേൻ സ്തോത്രം കേട്ട അറിവുകളാണ് അന്നത്തെ ആമേൻ സ്തോത്രം ആരാധനയിലുള്ളത്. And they used to not have Bible during that time, but however they used to listen, whatever they used to receive straight away from the Lord, that is what they used to meditate on it and worship God. ഞാൻ ആമേൻ സ്തോത്രം ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിച്ചപ്പോഴേ And when pastor says that when he learned about the law, ഈ ചുരുളുകളിൽ തോൾ ചുരുളുകളിലാണ് ഈ ന്യായപ്രമാണം എഴുതി വെച്ചിരുന്നത്. So on the scrolls the law of the Lord was written. ഈ ഇന്നുള്ളതുപോലല്ല, അന്ന് ഈ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചുരുളെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ നെല്ലുണങ്ങുന്നത് പോലെ പരമ്പ് പോലാണ് ഈ ചുരുൾ ഇങ്ങനെ ഇരിക്കുന്നത്. So the scroll somewhat looks like a mat, like people who have seen it, like mat that we use back home. It looks somewhat like that. ഈ പരമ്പ് നൂക്കുന്നത് പോലെ നൂത്തിട്ടാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അതിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ 2-3 പേർ ചേർന്ന് പിടിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. ദൈവത്തിൻ്റെ തോറ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഇത് വായിക്കുന്നത് പ്രത്യേക സാഹചര്യത്തിൽ ജനമെല്ലാം കാണുക ഇത് നൂത്തെടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ഭയങ്കര ജോലിയാണ്. And the scroll, they used to open it completely. It's a 2 people job. 2 people have to open it, widen it, spread it, and then they need to write on that. And it used to be a huge deal during those times. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദാനിയേലിൻ്റെ കാലത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബൈബിളുകളൊന്നുമില്ല. ഈ ചുരുളുകളെല്ലാം ചുരുട്ടി കൊണ്ടുവന്ന് അവരിങ്ങനെ
2-3 പേര് ചേർന്ന് പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അത് നൂത്തു വെച്ചിട്ടാണ് ദൈവത്തിൻ്റെ വചനം വായിച്ച് കേൾപ്പിക്കുന്നത്. So during the time of Daniel, just as like what we have here, they used to not have Bibles, but they used to bring scrolls and they used to open it wide and they used to read it out from it. ഇന്ന് പോലെ ആരാധനയെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പരമ്പ് പോലെ ചുരുള കൊണ്ടുവന്ന് ഇവിടെ ചിലർ സെറ്റ് ചെയ്ത് ഇവിടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചതുപോലെ ചുരുള് തോളിൽ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ചുമ്മി കൊണ്ടുവന്ന് ഇവിടെ നൂത്ത് വെച്ചിട്ട് വായിക്കുന്ന ആ ഭാഗം നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. Just imagine that scene in your imagination, that if we would have brought it here, we will have several people would have to carry the scroll, open it up and arrange it, keep it in a proper position and then minister from it. ഇതിങ്ങനെ വായിക്കുമ്പോൾ, ന്യായപ്രമാണം വായിക്കുമ്പോൾ യോശിയാവിൻ്റെ കാലത്തൊക്കെ ജനമെല്ലാം കരഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. And we know that during the time of King Josiah, when this law of the Lord was read, we know that all people that who have gathered there, they cried. എന്നാൽ ഇന്ന് ദൈവം നമ്മളിൽ പ്രസാദിച്ച് പ്രൈസ് ദി ലോർഡ് അത് ബൈബിളായി ഇപ്പോൾ അത് വളരെ ചുരുക്കമായി പോക്കറ്റിൽ നടക്കത്തക്കവണ്ണം ലാപ്ടോപ്പായി വളരെ മൊബൈലിലായി വാട്സാപ്പിലായി ഇങ്ങനെ ദൈവം വചനം തന്നു തോർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? How much we thank God and praise God, it is not enough, because nowadays God has brought that at our fingertips. God has given us Bible. We also have provisions of using digital Bible, and God has blessed us. So God has blessed us in such ways. അതുകൊണ്ടാണ് വചനം ദുർഫലമായിരുന്നു, വചനം ഏറെ ഇല്ലായിരുന്നു എന്നൊക്കെ ശൗമേലിന്റെ കാലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. That is why we read that in the book of Samuel it was said that during that time the word was scarce, it was not to be found easily. Praise the Lord, hallelujah. നമുക്ക് എവിടെ കാണാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ദാനിയേൽ ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണത്തിന് വേണ്ടി വായിച്ച അധികം അറിയപ്പെടാത്ത കാലഘട്ടത്തിൽ താൻ ആ പ്രമാണത്തിന് വേണ്ടി നിന്നത്. ദൈവത്തിന് സ്തോത്രം. It was during those time that Daniel, he read from the scrolls, he read from the word of God and he stood for the Lord. Praise the Lord. ഈ പ്രമാണം അന്ന് വളരെ എളുപ്പമായി കിട്ടുകയില്ല. ലഭിച്ച പ്രമാണത്തെ കാത്തു സൂക്ഷിച്ച ഒരു ടീനേജുകാരൻ, ഒരു യൗവനക്കാരനാകുന്നതിന് മുമ്പേ ദാനിയേൽ ആ പ്രമാണത്തിന് വേണ്ടി നിന്ന മനുഷ്യനായിരുന്നു. And we understand from the word of God that Daniel, he was such a teenager that whatever he had received from the Lord, the word of God that he read, he used to keep that, preserve that in his heart and lead a blameless life. Praise the Lord. കാരണം പ്രമാണം അന്ന് രാജാക്കന്മാരൊന്നും അന്ന് പ്രമാണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തൊരു കാലഘട്ടമായിരുന്നു. We know that during those times the kings did not give much importance to the word of God. നിങ്ങൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വന്ന അന്ന് ഭരിച്ചിരുന്ന രാജാവിനെ നമുക്ക് നോക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവത്തിന് യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. അന്നത്തെ യഹൂദ രാജാവായിരുന്നു, ബാബേലിലെ അവസാനത്തെ രാജാവായിരുന്നു യഹോയാക്കീം എന്ന രാജാവ്. Praise the Lord. And we know that King Jehoiakim was reigning Judah at that time. ഈ യഹോയാക്കീം തന്നെ യഹൂദ രാജാക്കന്മാരിൽ 3 പേരുണ്ട്. And among the kings of Judah there are 3 Jehoiakims. യഹൂദന്മാരുടെ യഹോയാക്കീൻ ഉണ്ട്, യാക്കീം ഉണ്ട്, യാക്കീം ഉണ്ട്. 3 പേരുകളുണ്ട്. So there are 3 Jehoiakims in the history of the kings of Judah. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമാണ്. ഇവിടെ യഹോയാക്കീമാണ് അവസാനത്തെ അവിടെ എഴുതിയിരിക്കുന്നത് യെരുശലേമിന്റെ രാജാവായിട്ടിരുന്നത്. And we read that it was during King Jehoiakim's time. He reigned Judah at that time. 1-ാം അധ്യായം 1-ാം വാക്യം ബൈബിളിൽ നോക്കുക. വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ നിരോധിച്ചു എന്ന് കാണുന്നുണ്ട്. And here we read during the 3rd year of King Jehoiakim's reign in Judah, King Nebuchadnezzar of Babylon came to Jerusalem and besieged it. നോക്കുക, ഈ രാജാവിൻ്റെ സമയത്താണ് ഹല്ലേലൂയ ബാബേൽ പ്രവാസികളായി പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരു ടീനേജുകാരനായ ഒരു ചെറുപ്പക്കാരനായ ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ ഹല്ലേലൂയ ന്യായപ്രമാണം മാത്രം അല്പം കേട്ടിട്ടുണ്ട്, ആ പ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുകയാണ്. And it was during the reign of this King Jehoiakim's time when King Nebuchadnezzar of Babylon came and he captured Jerusalem and took along with the other people took Daniel as a captive. ഈ രാജ്യത്ത് വന്നിട്ട് ഓടി ആരാധനയ്ക്ക് വേണ്ടി പ്രമാണത്തിന് വേണ്ടി ഓടി മൈലുകൾ താഴെ പകൽ വന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. I praise God for those people who have traveled afar and have come here with that curiosity to listen from the word of God.
ആരാധന കൊതിച്ച് ഒരു പ്രമാണം കയ്യിലേന്തി വന്ന ദൈവമക്കളെ, നിശ്ചയമായി ആ പ്രമാണം നമ്മളെ ഉയർത്തും. ദൈവത്തിന് And സ്തോത്രം. you who have given that importance and come here to listen with curiosity from the word of God, that word of God shall surely bless you. ഇന്ന് എത്രയോ പേർക്ക് ഭവനങ്ങളിലിരിക്കാം, എത്രയോ പേർക്ക് എന്തെല്ലാം സമയങ്ങൾ ചെലവഴിക്കാം, എന്നാൽ ലഭിച്ച പ്രമാണത്തെ ഓർത്ത് സ്തോത്രം ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ ഇന്ന് ഈ മീറ്റിങ്ങിലെല്ലാം ആയിരിക്കുന്ന ദൈവമക്കളെ അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. And there are so many worldly people, when we look around, that they are involved in their own businesses at this time, but I praise God that we have come here together to listen from the word of God. ബാബിലോൺ മുഴുവനും ഹല്ലേലൂയ ഈ പ്രമാണമില്ലാതിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ചുരുക്കം പേരാണ് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നത്. And when the entire Babylon was without the law of the Lord, here we have 3 people, very few people who are standing for the word of the God. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം മുഴുവനും, ബാബേൽ സാമ്രാജ്യം മുഴുവനും ഈ പ്രമാണം അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രമാണമാണ്. പ്രൈസ് ദി ലോർഡ്. And this law of the Lord that these few people used to follow, that was a completely different law from what was being followed in Babylon at that time. എന്നാൽ അതിന്റെ നടുവിലൂടെ ദാനിയേൽ ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുകയാണ്. But we know that among them Daniel, he stood for the word of God. പ്രൈസ് ദി ലോർഡ്. യെഹോയാക്കീമിന്റെ കാലഘട്ടത്തെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദൈവവചനത്തിൽ 1-2 വാക്യങ്ങൾ വായിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. And there are several other verses that we can read in the word of God that happened during King Jehoiakim. സെക്കൻഡ് ക്രോണിക്കൽ ചാപ്റ്റർ 36 വേഴ്സ് 6 ഒന്ന് വായിക്കാം. സെക്കൻഡ് ക്രോണിക്കൽ 2 ദിനവൃത്താന്തം 36-ാം അധ്യായം. സെക്കൻഡ് ക്രോണിക്കൽ ചാപ്റ്റർ 36 വേഴ്സ് 6. അവന്റെ നേരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് അവനെ ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് യെഹോയാക്കീമിന്റെ കാലത്താണ് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന ഭാഗം പറഞ്ഞാണ് ദിനവൃത്താന്ത പുസ്തകം അവസാനിക്കുന്നത്. And in the book of 2 Chronicles chapter 36 verse 6 we read that King Nebuchadnezzar of Babylon, he came to Jerusalem and captured it during the time of Jehoiakim. എന്തുകൊണ്ടാണ് ഈ യെഹോയാക്കീമിനെ ഇങ്ങനെ ചങ്ങലയിട്ട് കൊണ്ടുപോകാൻ ഇടയായി തീർന്നത്? And why did he capture, he bound Jehoiakim in chains? യെഹോയാക്കീമിനെ ചങ്ങലയിട്ട് കൊണ്ടുപോകാനുണ്ടായ ഒരു കാരണം, അതിനുണ്ടായ ഒരു കാരണം ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And when we read the word of God, we see that one of the reasons why Jehoiakim was bound in chains, we can see in the word of God. യിരെമ്യാ പ്രവചനം 36-ാം അധ്യായം, അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 22-ാമത്തെ വാക്യം വായിക്കാം. 36 വേഴ്സ് 22 നിർത്തി വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അന്ന് 9-ാം മാസത്തിൽ ഈ യെഹോയാക്കീം എന്ന് പറഞ്ഞ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. And it was in the late autumn that this king Jehoiakim was in a winterized part of the palace. അടുത്ത വാക്യം വായിക്കാം. അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ രാജാവായിരുന്നപ്പോൾ അവന്റെ മുമ്പാകെ ഈ തണുപ്പ് മാറാൻ വേണ്ടി നെരിപ്പോട്ടിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പ്രത്യേക പാത്രമാണ്, ആ ബോട്ടിലിനകത്ത് ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുക. And because he was sitting in the winterized part to help him curb the cold environment, there was a fire burning on the hearth that was burning before him, that kept him warm. അടുത്ത വാക്യം വായിക്കാം. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തു പോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. കണ്ടോ, ഇവിടെ ദൈവത്തിന് സ്തോത്രം, ഒരാൾ ചുരുൾ വായിക്കുകയാണ്. അന്നത്തെ കാലത്ത് ചുരുൾ 3-4 ഭാഗം വായിച്ച ശേഷം രാജാവിന് ഇത് കേട്ടപ്പോൾ അത്ര ഒരു സുഖം വന്നില്ല. And we know that Jehudi at that time, he was reading from the scroll, 3 or 4 columns from the scroll, and that time when king was listening to it, he wasn't very happy with what was being read in it. ദൈവത്തിന്റെ ന്യായപ്രമാണം യഹൂദി കുറച്ച് 3-4 ഭാഗം വായിച്ചപ്പോഴേ പുള്ളിക്കാരന് ഒരു ഭയങ്കര അസ്വസ്ഥ ഉണ്ടായി. And we know that when Jehudi, when he just read 3 or 4 columns from the scroll, this king who was listening to it, he was really displeased with what was being read. പുള്ളി ഉടനെ പറഞ്ഞു, ഒരു കത്തി കൊണ്ട് ഇത് കണ്ടിച്ച് ചുരുൾ മുഴുവനും ഈ പ്രത്യേക ബോട്ടിലിട്ട് നെരിപ്പോട്ടിലിട്ട് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ന്യായപ്രമാണം
കത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ കത്തുന്ന അതിൻ്റെ തീ കൊണ്ട് തണുപ്പ് മാറാൻ പുള്ളി ആഗ്രഹിച്ച ഒരു രാജാവായിരുന്നു. So this King Jehoiakim, we know that when he listened to what was being read from the scroll, he took the knife and cut those sections and put in the fire that was burning in the earth, and he was actually getting warmth from that word of God, from the scroll that was being put in the fire, and he was trying to get warmth from it. ഈ രാജാവിൻ്റെ കാലത്താണ് ഒരു ടീനേജുകാരൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് എത്ര പേർക്ക് ദാനിയേലിനെ കുറിച്ച് ഒരു സന്തോഷമുണ്ട്? ദാനിയേൽ ഇതാ ആ പ്രമാണത്തെ കാത്തു സൂക്ഷിക്കുക. And it was during the reign of this King Jehoiakim who completely neglected the word of God. It was during this king's reign that Daniel held on strongly to the word of God. ഹല്ലേലൂയ. തനിക്ക് അന്ന് ചുരുളില്ല, എവിടെങ്കിലും വായിച്ച് കേൾപ്പിച്ചുള്ള അറിവാണ് ഹൃദയത്തിലുള്ളത്. And we know that Daniel might not have a scroll with him at that time, but then he only remembered or he meditated on what was being said to him. ഓ യെരൂശലേമിൽ രാജാവ് ദൈവത്തിന്റെ വചനത്തിനു വേണ്ടി നിന്ന യൗവനക്കാരനായ ബാല്യക്കാരൻ്റെ ആ പ്രമാണത്തെ കാത്തു സൂക്ഷിച്ചതാണ് തൻ്റെ ഉയർച്ചയുടെ കാരണം. And on one hand there was King Jehoiakim who completely neglected the word of God and who actually cut the scroll and put it into fire, but on the other hand there is Daniel who stood on firmly for this word of God, for the scroll of God, and that turned out to be a blessing in his life. അത് ഇട്ടുകൊണ്ടിരുന്നു. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. ദൈവത്തിന് സ്പീഡായിട്ട് വായിച്ചോട്ടെ. അടുത്ത വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. രാജാവാകട്ടെ ആ വചനങ്ങളെയൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. കണ്ടോ, ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ ഭയമില്ലായിരുന്നു, വസ്ത്രം കീറിയില്ല. ഇതൊക്കെ പഴയ കാലത്ത് ദൈവവചനം വായിക്കുമ്പോൾ വസ്ത്രം കീറും, ഭയമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തോടുള്ള ഭയത്തെയാണ് കാണിക്കുന്നത്. And when this scroll was being read, neither the king nor his attendants, they did not show any signs of repentance, and the signs of repentance actually show the fear of God. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. അടുത്ത വാക്യം. ഹല്ലേലൂയ. ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽനാഥാനും ദലായാവും ശെമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു, എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. കണ്ടോ, രാജാവിനോട് അപേക്ഷിച്ചു, അയ്യോ രാജാവേ, ദൈവത്തിന്റെ ന്യായപ്രമാണം ചുട്ടുകളയരുത്. അവർ കേട്ടില്ല. ദൈവത്തിന് അടുത്ത വാക്യം. ദൈവത്തിന് സ്തോത്രം. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ യെരഹ്മയേലിനോട് അസ്രിയേലിന്റെ മകനായ സെരായാവിനോടും അബ്ദേലിന്റെ മകനായ ശെലെമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. ബാരൂക്ക് എഴുത്തുകാരനെ യിരെമ്യാ പ്രവാചകനെയൊക്കെ പിടിക്കാൻ രാജകുമാരന്മാര് ശ്രമിച്ചിട്ടും പറ്റിയില്ല. And we know that the king commanded his princes to go and capture Baruch and Jeremiah, but the Lord had hid them. That is why they were not able to capture them. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചുരുളെഴുതിയ എഴുത്തുകാരനെ പിടിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനെ പിടിക്കാൻ പറ്റിയില്ല. അവിടെ എഴുതിയിരിക്കുന്ന യഹോവ അവരെ ഒളിപ്പിച്ചു എന്നാണ്. And they were not able to capture Baruch, who was the writer, and they were not able to capture Jeremiah because the Lord himself had hidden them. ഏത് വിഷയത്തിലും ദൈവം നമ്മളെ ഒളിപ്പിച്ചാൽ ഒളിപ്പിച്ചത് തന്നെ. And if God has hidden you over anything in your life, then it is indeed true. ഇവിടെ രാജാവും രാജകുമാരന്മാരും പലരും ശ്രമിച്ചിട്ടും ദൈവം ഒളിപ്പിച്ചാൽ, ദൈവം ഒരു കാര്യം വിടുവിച്ചാൽ അവിടെ വിടുതൽ തന്നെയാണ്. And when we know that here the kings and the princes, they tried very hard to capture them, but that God had hidden them, that is why they were not able to capture. So from this we understand, if God has delivered you, that is indeed a deliverance in your life. എപ്പോഴും നമ്മുടെ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ജോലികളിൽ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എപ്പോഴും ശ്രദ്ധ ഒരുപോലെ വരണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. In our workplace and everything, situations might be different. എന്നാൽ അവിടെയൊക്കെ നമ്മൾ അറിയാതെ നമ്മെ ഒളിപ്പിക്കുന്ന ആ കരത്തെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. But let us praise God for that great protection that God has spread over us. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഈ രാജാവിന്റെ അധികം ഞാൻ ഇനി സ്തോത്രം ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഈ ചരിത്രഭാഗം ഒരു ഭാഗം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. And it is just one thing that we read from this book about this King Jehoiakim. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പ്രവാസത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ കട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇതാ ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ പ്രമാണം മറ്റുള്ളവരുടെ പ്രമാണത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. And it was during this time that Daniel went into exile in Babylon, and in Babylon the situations were even worse because the law that he held on to was completely different to the law in Babylon. Praise the Lord. Hallelujah. അവിടെ നമ്മൾ വായിക്കുന്ന രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ് ദാനിയേലിന് 6-ാം അധ്യായത്തിൽ ഇത്രയും പോരാട്ടം ഉണ്ടായത്. And we know that because Daniel stood firmly
strongly for the word of God. That is why he was experiencing so many problems. നമ്മൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അല്പമൊക്കെ പ്രയാസം വരും, എന്നാൽ നമ്മെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. And even when we stand for this word of God, we will experience some trials and problems. However, there is a God who's able to lift us up at the right time. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ താൻ ആയിരുന്ന രാജ്യത്തും പ്രമാണത്തിന് വേണ്ടി ഒരു അനുഭവം കണ്ടില്ല, ചെന്ന സ്ഥലത്തും പ്രമാണം തന്റെ വ്യത്യസ്തമായിരുന്നു. And we know that Daniel, when he went into Babylon, the law that he held on to was completely different to the law in Babylon. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ ചിലർ എന്ന ഒരു ഗ്രൂപ്പ് എന്നിട്ട് പറയുകയാണ്, ഈ ദാനിയേൽ മാത്രം ഒരു ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുകയാണ്, നമ്മളിൽ നിന്ന് അവന് വ്യത്യാസമാണ്. അങ്ങനെ ദാനിയേലിനെ അവര് നോട്ടമിടുവാനിടയായി തീർന്നു. And we know that when he went into Babylon, there was a group of people who were constantly watching over the life of Daniel, because they were saying that Daniel is the one who is standing for the law of his God, which is completely different from what we believe. അതാണ് ഏറ്റവും വലിയൊരു ദാനിയേലിന്റെ പ്രമാണം ബാബിലോണിലെ പ്രമാണവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതായിരുന്നു ഒരു ഗ്രൂപ്പ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനെ ഉന്നമിക്കുവാനിടയായി. And there was a group of people who were actually keenly watching on to Daniel, because the law that Daniel held on to was different from what they believed. എന്നാൽ നമ്മൾ എന്താ വായിച്ച വാക്യം 23-ാം വാക്യം എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാവ് സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. We know what happened in the end, that the king was overjoyed and he ordered Daniel to be lifted from the den. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. ദൈവത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന അവൻ തന്റെ ദൈവത്തിൽ, ആ പദം എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയില്ല. And let us also confess that verse with our mouth, that because he trusted in his God, not a scratch was found on him. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും, നമ്മുടെ പ്രമാണം അവരുടെ പ്രമാണത്തിൽ വ്യത്യസ്തമാണെങ്കിലും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു കേടും പറ്റുകയില്ല. No matter you might be standing or living or working in any sort of adverse conditions, but if you continue to trust in the Lord, your God shall surely deliver you. ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവവും ഹല്ലേലൂയ ബാബിലോണിയരുടെ ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമാണ്. ഹല്ലേലൂയ. എന്നാൽ ദാനിയേൽ വിശ്വസിച്ചിരുന്ന ദൈവത്തിൽ അവൻ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് കേട് പറ്റിയില്ല. However, we know that Daniel decided to trust on to his Lord, his God, and that is why not a scratch was found on him. ഇവന് കേട് പറ്റുന്ന നോക്കിയിരുന്നവരുടെ നടുവിൽ അവൻ പോയി താഴോട്ട് പോയപ്പോഴും കേട്. സാധാരണ ഒരു കുഴിയിൽ പോയ എടുത്തിടുമ്പോൾ കേട് പറ്റേണ്ടതാ. Ideally, if somebody has to be put into a lion's den, that person would be hurt, or he might be found dead. അവിടെ ചെന്ന് പതിച്ചപ്പോഴും ദൂതൻ അവനെ സൂക്ഷിച്ചു കാണും. പ്രൈസ് ദി ലോർഡ്. കയറ്റിയപ്പോഴും സൂക്ഷിച്ചു കാണും. And even when he was being put into the den, and when he was taken out of the den, both the times the angel of God would have protected Daniel. ഈ ദൈവനാമ നിമിത്തം താഴോട്ട് പോയാലും ഹല്ലേലൂയ മുകളിലോട്ട് വരുമ്പോഴും പ്രൈസ് ദി ലോർഡ് ഒരു കേടും പറ്റുകയില്ലെന്ന് വിശ്വസിക്കുന്നവരോട് സ്തുതിക്കുകയാണ്. I praise God for those people who strongly believe that for the sake of God, if you go down, or even if you are honored, even if you are despised, nothing bad shall happen to you. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കേട് പറ്റാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ നടുവിലുണ്ട്. And we have a God who is able to protect us without any harm. ഇതുവരെ നമ്മളെ കേട് പറ്റാതെ, ഒന്നും നമ്മളെ തൊടാതെ, ഒരു രോഗാണുക്കളും തൊടാതെ, കേട് പറ്റാതെ സൂക്ഷിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. Let us praise and thank that God who protected us and kept us safe from all harms. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഈ വൈറസുകൾ ഉണ്ടെങ്കിൽ കേട് പറ്റാതെ സൂക്ഷിക്കുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. And I praise God for that mighty God who's protecting us and keeping us safe from all harm wherever we go, wherever we walk. ഹല്ലേലൂയ. നമുക്ക് കേട് വരാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുക. And our God will not allow any harm to befall us. The reason being we trust in him. ഇന്ന് പകൽ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. And if you have that confidence, just lift your hands and praise God that you completely trust him. ഒത്തിരി കാര്യങ്ങളൊന്നും ബൈബിളിൽ അറിയത്തില്ലെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൽ കണ്ണുമടച്ച് വിശ്വസിച്ചിരിക്കുന്നു. Though I don't know much things about
about what is written in the word of God, but one thing I know, that I trust in my God. ഒത്തിരി ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഒത്തിരി തിയോളജി ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുകയാണ്. And I don't have much knowledge in theologies, but one thing I know, that I completely trust my God. അങ്ങനെയെങ്കിൽ ബാബിലോൺ നിന്റെ മുമ്പിൽ തോൽക്കാൻ പോകുകയാണ്. And if you believe and trust God completely, that Babylon shall be defeated in front of ദൈവത്തിൽ you. വിശ്വസിക്കുന്നവൻ ഹല്ലേലൂയ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവനെ പ്രമാണം അവനെ ഉയർത്താൻ പോകുകയാണ്. And if you believe in that word of God, if you completely trust him, that word of God will deliver you. ഓ രാമാന വൈശസിയാനയ, ഓ ഇന്ന് പകൽ ഹല്ലേലൂയ കേടുവരാതെ സൂക്ഷിക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. I praise God for that God who protects us from all harm. ഹല്ലേലൂയ. കേട് വരുത്താൻ ഹല്ലേലൂയ ശത്രു നോക്കിയതാ, പക്ഷെ കേട് വരുത്താതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. And the devil always tried to cause harm, but our God protected us. കഴിഞ്ഞ മാസങ്ങളിൽ നിന്നെ കേടുവരുത്തി, നിന്നെ കേടുവരുത്തി ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവം കേടുവരാതെ സംരക്ഷിച്ച വലയത്തെ ഓർത്ത് ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? How many of you can praise God, because the last month the devil tried to cause harm to you, but there is a God who protected you and kept you safe among it. ഒരു കേടും പറ്റിയില്ല, And no harm affected you. ഓ രാമാനത്ത് ഈ യാക്കോബ് ഹല്ലേലൂയ ബേഥേലിൽ കിടന്നപ്പോൾ ഒറ്റയ്ക്കാ കിടന്നത്. ദൈവത്തിന് സ്തോത്രം. And we know that when Jacob was in Bethel, he was alone there. പക്ഷേ കേട് അവിടെ വരാമായിരുന്നു, കാരണം ഒരു ബന്ധോസും ഇല്ലാത്ത സ്ഥലത്താണ് പുള്ളി കിടന്നത്. And he was actually lying down in a place that was completely deserted. He could have been easily harmed. എന്നാൽ അതിന്റെ ചുറ്റും ഹല്ലേലൂയ ഒരു ബന്ധോസ് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. But we know that God protected him. യാക്കോബ് കിടന്ന സ്ഥലം ഹല്ലേലൂയ കല്ല് തലകണയായി ഉറങ്ങിയെങ്കിലും ക്യാമിൽ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കാമായിരുന്നു, അവിടെയൊക്കെ വലിയ വന്യമൃഗങ്ങൾ വരാമായിരുന്നു. എന്നാൽ അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ യാത്ര ഇതിനോട് കൂടെ ഇരിക്കും, സൗഖ്യത്തോടെ നിന്നെ മടക്കി വരുത്തും. ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ദൈവനെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിന്റെ And we know that where Jacob was sleeping, several bad things could have happened. Wild animals would have devoured him, but then God promised him that he would keep him safe, hale and healthy, and God delivered him and protected him. യാക്കോബ് ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്, നീ എന്നോട് കൂടെ ഇരിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്താൽ ഹല്ലേലൂയ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. We read in the word of God that Jacob says to the Lord, that has said to the Lord, that if you bless me and if you be with me, if you help me, then I shall do these things for you. അവിടെ ദൈവമേ നീ എൻ്റെ യാത്രയെ കൂടെ ഇരിക്കണം, എനിക്ക് സൗഖ്യം തരണം, ഹല്ലേലൂയ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തണം. അങ്ങനെ പല പല കാര്യങ്ങൾ പുള്ളി ദൈവത്തോട് പറയുന്നുണ്ട്. And there are several things that Jacob lays down, several conditions to the Lord. He says that if you bring me back to my father's house, if you keep me safe, if you keep me healthy, I shall do these things for you. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നെ സൗഖ്യത്തോടെ മടക്കി വരുത്തും എന്ന് പറഞ്ഞാൽ നിനക്കൊരു കേടും വരുത്തത്തില്ല. But God said that I shall make you return in health, which means that God shall protect him from all harm. ഭയങ്കര യാത്രയാണ് യാക്കോബ് ചെയ്തത്. പക്ഷേ ആ മലഞ്ചെരുവിലൂടെയും ആ ഗിലെയാദ് മലഞ്ചെരുവിലൂടെയും ആ വലിയ യാത്രയിലൊക്കെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, കാലുകളിൽ തട്ടാം, കേടുകൾ വരാം. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യമല്ല, ഏത് രീതിയിലും കേടുവരാം. എന്നാൽ സൗഖ്യത്തോടെ കേടുപറ്റാതെ ദൈവം അവനെ സൂക്ഷിച്ച ആ വിടുതൽ ഓർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രക്തത്താൽ ജയം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തീരുമാനങ്ങളെ മാനിക്കുന്ന ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ഉറയ്ക്കുന്ന ദൈവമക്കൾ, പ്രതിഷ്ഠയുള്ള ദൈവമക്കൾ, തീരുമാനമുള്ള ദൈവമക്കൾ, എൻ്റെ കർത്താവ് എനിക്ക് ആരോഗ്യം തന്ന്, എൻ്റെ കർത്താവ് എനിക്ക് ബലം തന്ന്, എൻ്റെ ശരീരത്തിന് സൗഖ്യം തന്ന്, ഓ രാമന എനിക്ക് വിടുതൽ തന്ന് ഹല്ലേലൂയ ഞാൻ അവന് വേണ്ടി ഓടുമെന്ന് നിന്റെ ഹൃദയത്തിലുള്ള തീരുമാനം അറിഞ്ഞ ഹല്ലേലൂയ ഏത് വനാന്തരത്തിലും നിന്നെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന എൻ്റെ ദൈവത്തിനോ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. And like Jacob, if you are determined in your life, if you have that strong determination and say some things to the Lord shall fulfill those things on your behalf, and he shall deliver you from all harm. And there is a God who is standing along with his child, with his son, who is deciding, or who is having a strong determination in his heart. യാക്കോബേ നീ ചിന്തിക്കും നീ ഒറ്റയ്ക്കാണെന്ന്. ഒറ്റയ്ക്കല്ല, അവിടെ പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്. And Jacob might have thought that he is alone there, but then God says that you are not alone, I am with you. ഞാൻ നിന്നെ കൈവിടുകയില്ല. I will not leave you. ഞാൻ നിന്നെ കൈവിടുകയില്ല. I will not forsake you. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം നിന്നിൽ നിവർത്തിക്കുക തന്നെ ചെയ്യും. And I shall fulfill the promise of your
father Abraham in your life. ഓ യാക്കോബിന് വലിയ വാഗ്ദത്തമെന്ന് അറിയത്തില്ലെങ്കിലും ദൈവം തലയ്ക്ക് മുകളിൽ വാഗ്ദത്തം ഭൂമി പൊങ്ങി നിൽക്കുകയാണ് രക്തത്താൽ. And he did not know what was the promise that was there on his behalf, but then his promise that the God who promised was there with him. പല സ്ഥലങ്ങളിലും നമ്മളെ ഹല്ലേലൂയ ഇവിടെ യാക്കോബിനെ കേടുകൂടാതെ ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. And we know that in several circumstances God protected Jacob from all harm. പിന്നത്തേതിൽ യെരമ്യാ പ്രവാചകൻ പറയാണ് യാക്കോബ് സ്വൈര്യമായി വസിക്കും. ദൈവത്തിന്റെ സ്തോത്രം. And then we read it in the book of Jeremiah, we read that Jacob shall dwell in peace. എടുത്തു വായിക്കാൻ സമയമില്ല. സ്വൈര്യമായി വസിക്കും, അവൻ പേടിക്കാതെ ഇരിക്കും, നിർഭയമായിരിക്കും, വാർദ്ധക്യത്തിൽ സ്വൈര്യമായിരിക്കുമെന്ന ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ വാർദ്ധക്യത്തിലും അതരമനഗസ്യാനയ സ്വൈര്യമായിരിക്കും, നിർഭയമായിരിക്കും, ഭയം കൂടാതിരിക്കുമെന്ന് ഇന്ന് പകൽ പറയുകയാണ്. രക്തത്താൽ ജയമെടുക്കുക. And you who wait on the Lord, you who live for the Lord, even in your old age, God shall be with you and you shall dwell in peace. ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം. കേടുകൂടാതെ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. Let us lift hands and praise God, that God who protects us from all harm. പറഞ്ഞാട്ടെ, കേടുകൂടാതെ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. And He is a God who protects us from all harm. ഇവിടെ സിംഹത്തിന്റെ ഗുഹയിൽ അവനെ കേടുകൂടാതെ സൂക്ഷിച്ച ദൈവമാണ്. And we know that God protected Daniel in the lion's den. അവർ വലിയ മുദ്രയൊക്കെ കൊണ്ടുവച്ചെന്ന് നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്. മുദ്ര കൊണ്ടുവച്ചു. And we know that they kept a seal on top of that. ദാനിയേൽ 6:17 കാണുന്നത് വലിയ മുദ്രയൊക്കെയാണ് കൊണ്ടുവച്ചത്. And in verse 17 we read that a huge stone was brought and placed over the mouth of the den. ബാബിലോൺ സാമ്രാജ്യം ദാനിയേലിന്റെ മുദ്ര വെച്ചത് എന്തിനാ? അവന്റെ സാഹചര്യത്തിന് ഒരിക്കലും മാറ്റം വരാതിരിക്കാൻ. And this Babylonians, they decide to keep that stone over the mouth of the den so that the Daniel's situation shall never change. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇരുട്ടുമുറി, ഹല്ലേലൂയ. ആ ഗുഹ, വെള്ളമില്ല, ഭക്ഷണമില്ല. സ്വതന്ത്രം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭക്ഷണമില്ല, വെള്ളമില്ല, ഇരുട്ടുമുറി, മുദ്ര വെച്ചിരിക്കുകയാണ് ഗുഹയിൽ. ഹല്ലേലൂയ. സ്വതന്ത്രം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാഹചര്യത്തിന് മാറ്റം വരാതിരിക്കാൻ ഹല്ലേലൂയ ഈ ദേശത്തിന്റെ ശക്തി ഹല്ലേലൂയ ആമേൻ മുദ്രയിട്ടാലും ഹല്ലേലൂയ സമയമാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ ഹല്ലേലൂയ അതിനകത്തെ മുദ്രയെ പൊട്ടിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുണ്ട്. ദൈവത്തിന്റെ സ്വതന്ത്രയാണ്. ഈ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നതും ദൈവമാ, സാഹചര്യങ്ങളുടെ അകത്ത് സൂക്ഷിക്കുന്നത് ദൈവമാണ്. And our God is a God who would change our situations, and He is also a God who would protect us in those limited situations. വേണ്ട സൗകര്യങ്ങളൊന്നുമില്ല, ഭക്ഷണമില്ല, പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് വെള്ളം കിട്ടത്തില്ല, ഇരുട്ടാണ്, മേളിൽ കല്ലാണ്. മേളിൽ ഇരുട്ടാണെങ്കിലും മുദ്ര കല്ല് വെച്ചിരിക്കുകയാണെങ്കിലും വേണ്ട സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് സാഹചര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന, നിന്റെ അവസ്ഥയെ മാറ്റിമറിച്ച്, നിന്റെ ജോലിയെ മാറ്റിമറിച്ച് എതിരാളിയുടെ മുമ്പിൽ ജയം തരുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുണ്ട്. Though your situations might be adverse, though there might be no food, no water, though the room might be dark, but our God is a God who will change your circumstances and situations, and He shall deliver you out of it. ഒരിക്കലും ഇവർക്ക് മാറ്റം വരുത്തരുതെന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരാതിരിക്കാൻ ശത്രു പോരാടിയാൽ അതിന്റെ നടുവിൽ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് ഇതിന്റെ നടുവിലുണ്ട്. And when the devil tried hard to stop your situations from changing, there is a God who changed your situations and has delivered you. നമ്മളിവിടെ വായിക്കുന്ന ആ ഭക്തന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി ദൈവം മുദ്ര പൊട്ടിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. And there we read that God changed Daniel's situation and God broke that seal, He removed that stone. ഈ ദാനിയേലിന്റെ പ്രമാണത്തിന് വേണ്ടി നിന്നതുകൊണ്ട് വലിയൊരു ഗ്രൂപ്പാണ് കൊണ്ടുവന്ന് ഈ ഗുഹയിൽ ഇട്ടത്. And we know that Daniel, because he stood for the word of God, there was a huge group of people who worked against him. ദാനിയേലിനോട് രാജാവ് ചോദിക്കുകയാണ്, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് കയറ്റുകയാണ്. And we know that Daniel asked, the king asked a question to Daniel, that the God whom you serve, has He delivered you? And He is taking Daniel out joyfully. ഒരു കൂട്ടം ദൂതന്മാർ കൊണ്ടുവന്ന് ഗുഹയിൽ ഇട്ടെങ്കിൽ, സ്വതന്ത്രം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ബാബേൽ സാമ്രാജ്യത്തിലെ ഒരു കൂട്ടം ദൂതന്മാർ കൊണ്ടുവന്ന് ഗുഹയിൽ ഇട്ടെങ്കിൽ വേറെ ഒരു കൂട്ടം ദൂതന്മാർ വന്ന് ഗുഹയിൽ നിന്ന് പൊക്കി.
And if a group of angels, if a group of people that belong to the Babylonian kingdom, if they have made you go down into that pit, into that lion's den, there is a group of angels sent by the Lord himself who are ready to deliver you out of it. ഹല്ലേലൂയ. ഒരു ഭക്തൻ ഹല്ലേലൂയ ഗുഹയിൽ കിടന്ന് നിലവിളിച്ചത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ദൈവത്തിന്റെ And a സ്തോത്രം. child of God, a devotee of God, when he cried out to God from that lion's den, and that his voice reached heaven. ഓ ഹല്ലേലൂയ. അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഒരു ഭക്തൻ ഗുഹയിൽ കിടക്കുമ്പോൾ അവന്റെ ഞരക്കം കേട്ട്, ഗുഹയുടെ ആഴത്തിൽ നിന്ന് ഭക്തന്റെ ഞരക്കം കേട്ടപ്പോൾ ഹല്ലേലൂയ സാമ്രാജ്യങ്ങളെ ദൈവം ഇളക്കി മറിക്കുകയാണ്. രക്തത്താൽ ജയം And we know that the child of God who was there in that den, when God listened to his cries, to his voice, we know that God did not give peace to the heart of that king, and he made that king rise ഈ up. സാഹചര്യങ്ങൾ പ്രതികൂലമായ സാഹചര്യത്തിന്റെ നടുവിൽ നിന്ന് ഞരങ്ങുമ്പോൾ ആ ഗുഹയ്ക്ക് പുറത്തു പോകുന്ന ഒരു ശബ്ദം ഹല്ലേലൂയ ഹല്ലേലൂയ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്താൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And when situations might be adverse, it might be not be conducive to you, then God shall change your situations. ആമേൻ. ഭക്തനെ ഈ ഗുഹയിൽ കിടന്ന് ഞരങ്ങുക. ദൈവത്തിന്റെ And we സ്തോത്രം. know that this child of God, Daniel, is crying out. ഈ ദിവസങ്ങളിൽ വിഷയത്തിന്റെ മുമ്പിൽ ഞരങ്ങുന്ന ദൈവമക്കൾ ഹല്ലേലൂയ. And you are crying out to God in considering your problems. ദൈവം അതിനകത്തൊരു വിശാലത വരുത്താൻ പോവുകയാണ്. And God is going to change your situations today. ആരും കാണാതെ ആമേൻ നിന്റെ ശബ്ദം ഗുഹയിൽ കിടന്ന് ഞരങ്ങുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. And you are crying out to God in den-like situations. God is listening to your voice and he's ready to deliver you. ഒരു കുറ്റമില്ലാത്തവനെ ഹല്ലേലൂയ ഗുഹയിലിട്ടപ്പോൾ സ്വർഗ്ഗം അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് പകൽ തോന്നുന്നുണ്ടോ? And when they put a righteous person like Daniel in that lion's den, do you think that the heaven will be quiet? ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആലോചന മനസ്സിലായി? ഹല്ലേലൂയ. കുറ്റമില്ലാത്തവൻ ഗുഹയിൽ കിടക്കുന്നിടത്തോളം കാലം ഹല്ലേലൂയ സ്വർഗ്ഗം അടങ്ങിയിരിക്കുകയില്ല. എന്റെ സ്വർഗ്ഗം എഴുന്നേൽക്കുക തന്നെ ചെയ്യും. എന്റെ ദൈവം എഴുന്നേൽക്കുക തന്നെ ചെയ്യും. എന്റെ ദൈവം ആ ഗുഹയുടെ കല്ലിനെ മാറ്റുകയാണ്. And when a blameless child of God like Daniel, when he was put into the lion's den, the heaven was not quiet. The heaven opened and God delivered him out of it. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതൽ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ, ഉപവസിക്കുന്ന ദൈവവൈതൽ, 3 നേരം പ്രാർത്ഥിക്കുന്ന ദൈവവൈതൽ, ദൈവം അവന്റെ കണ്ണുനീരിനെ കാണാൻ പോകുകയാണ്. You pray to God, you cry out to God, you fast. Lord is going to listen to your prayers. ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ നമ്മളെ കാണുന്ന ഒരു ദൈവമുള്ളതിനാൽ And there is a God who watches over us. നമ്മുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. And God is going to change our situations. ഇവിടെ ഇരിക്കുന്ന പലരുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. And God is going to change our situations. ജോലിക്ക് ദൈവം അവസരങ്ങളെ ഒരുക്കാൻ പോകുകയാണ്. And God is going to open new ways in your work life. സ്ഥിതിക്ക് മാറ്റം വരുത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ദേശശക്തിയുടെ മുമ്പിൽ ദൈവം പൊട്ടിച്ച് സ്ഥിതിക്ക് മാറ്റം വരുത്തി. And that power of darkness that is trying to threaten you and say that your situations are never going to change, God is going to change your situations and break that chain forever. പ്രമാണത്തിന് വേണ്ടി നിന്നവൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അവന്റെ രോദനം സ്വർഗ്ഗത്തിലെത്തി. ദൈവത്തിന്റെ സ്തോത്രം. And the child of God Daniel, who stood for the word of God, God listened to his cry, his distress. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ദൈവത്തിലേക്ക് ഉയർത്തുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ദുഷ്ടശക്തിക്ക് നിൽപ്പാൻ കഴിയില്ല. നിന്റെ മുമ്പിൽ അത് തലകുനിക്കുക തന്നെ ചെയ്യും. And when you cry out to God, when you pray out to him, Lord will not allow any power of darkness to ever cause any harm to you. പലരുടെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്താൻ പോകുകയാണ്. And God is going to change your situations. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ എഴുന്നേറ്റ് നമുക്ക് ആരാധിക്കാം. വീഴ്ത്തപ്പെട്ടാൽ ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലേ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടില്ല. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടങ്ങൾ അനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടോ, എൻ പ്രിയൻ പോറ്റിടോ, എൻ മകൻ
നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടങ്ങൾ അനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദനാ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ ആനന്ദനാ. ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലോ. വീഴുകയില്ല ഞാൻ, കഷ്ടങ്ങൾ അനവധി വന്നിടിലോ. എൻ കാന്തൻ കാത്തിടും, വാഴേ സന്താരാധ നീരാജാരാധ വൈരാരാധോ സന്താരേ വാഴേ സന്താരാധ പ്രവാചനായ സന്താരാ പലരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ, ഗുഹയുടെ അവസ്ഥകളെ മാറ്റുവാൻ എത്ര പേർന്ന് പകൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥകൾക്ക് ഇതാ ഒരു ഭേദം വരാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരിക്കലും മാറ്റം വരാത്ത പാർശ്വരുടെയും ഹല്ലേലൂയ രക്തത്താൽ ജയം മേധ്യരുടെ നിയമത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് അതിൻ്റെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്ത് ആമിനൽ കേടുകൂടാതെ നമ്മളെ കയറ്റുന്ന അതരമനകസ്യ കേടുകൂടാതെ നമ്മളെ കയറ്റുന്ന ഇന്ന് പകൽ ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവവേദലേ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, നീ ആരാധിക്കുന്ന വിഷയത്തിന്മേൽ കേടുപറ്റാതെ അത്ഭുതത്തിന്റെ ദിവസങ്ങളാക്കി. ഹല്ലേലൂയ. നിന്റെ ദൈവം ജീവിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ഹല്ലേലൂയ ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. കർത്താവേ, നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാപകൽക്കാലം കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരാധനയിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ നിഴലിട്ടതിനായി സ്തോത്രം. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ കൊണ്ട് അലങ്കരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ആലോചനയാലും അവിടുത്തെ വെളിപ്പാടിനാലും അവിടുത്തെ നിയോഗത്താലും ഞങ്ങളെ ഇവിടുന്ന് ആദരിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ മുഖത്തെ കാണുന്ന വലിയവനായ ദൈവത്തിന്, ഉന്നതനായ ദൈവത്തിന്, സ്വർഗീയ പിതാവിന് നന്ദിയോടെ സഭയായി ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ലോകങ്ങൾ കടന്നു വന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. സൂമിലായിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തണമേ. ഈ ഒരാഴ്ചക്കാലം ജീവിക്കാൻ ആവശ്യമായ കൃപ തരണം. പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കുവാൻ ഇടയാക്കും. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവാബേഹു മാനസർവ മഹത്വം സ്തുതിയോ, സർവാബേഹു മാനസർവ മഹത്വം സ്തുതിയോ, സർവീശ്വരനായ
വയ്ക്കുദാനാമീ. ത്രിയേകദൈവത്തിൻ്റെ ആശ്വാസം കരുതൽ കൂട്ടായ്മയും കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ ഭവനങ്ങളുടെ മേലും കർത്താവിൻ്റെ വരൂരെ ഇവിടെ നിന്നുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. ആമേൻ. സ്തോത്രം. ഈ ബലത്തോടെ നമുക്ക് കടന്നു പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.